ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് നവ്യയെയും അബിയെയുമാണ്. അബി വളരെയധികം സ്നേഹത്തോടു കൂടി നവ്യക്ക് ഫ്രൂട്ട്സൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നവ്യയും പറയുന്നുണ്ട് നീയും കഴിക്കുക എന്ന്. അപ്പോൾ അബി പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് കഴിക്കുന്നത്, മോള് കഴിക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ. നവ്യ പറയുന്നുണ്ട് ചെറുതായിട്ട്. കുഞ്ഞിൻ്റെ അനക്കം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അബി. കുഞ്ഞ് നിന്നെ ചവിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട് നിൻ്റെ അല്ലേ കുഞ്ഞ്, അത്യാവശ്യം വികൃതികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് അബിക്ക് ജ്യൂസുമായി കനക വരുന്നുണ്ട്. ഏതായാലും ഇവരുടെ സ്നേഹപ്രകടനമൊക്കെ കണ്ട് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അബി പറയുന്നുണ്ട് നവ്യയോട് ഇനി അധിക ദിവസമൊന്നുമില്ല, അകത്ത് നിൽക്കുന്ന ആൾ വെളിച്ചം കാണാൻ, നീ ഇപ്പോൾ ഹാപ്പിയല്ലേ മോളെ. അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാനിപ്പോൾ 100% ഹാപ്പിയാണ്. ഇവിടെ എന്നെ സ്നേഹിക്കുന്നവർ മാത്രമാണ് ചുറ്റുമുള്ളത്. അവിടെയാകുമ്പോൾ വെറുക്കുന്നവരും കുറേയുണ്ട്. അനാമികയും നിൻ്റെ അമ്മയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ. വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നത് ഏതൊരു പെണ്ണിനും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ലോകത്തെ ഏറ്റവും അധികം സന്തോഷവതി ഞാനാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. നവ്യ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ജ്യൂസുമായി പുറത്തു നിൽക്കുന്ന നവ്യയുടെ അമ്മയുടെ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അബിയും പറയുന്നുണ്ട് ഇപ്പോൾ ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല മോളെ. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് സത്യമാണോടാ ഇതൊക്കെ. അത് കേട്ട് അബി പറയുന്നുണ്ട് ഇപ്പോൾ അത് സത്യമാണോ എന്ന് തെളിയിക്കാനൊന്നും എനിക്ക് പറ്റില്ല, മനസ്സിൽ തട്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പിന്നെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അബിയുടെ കണ്ണിൽ അവൻ ഒളിപ്പിച്ചു വെച്ച കപടനാട്യം മനസ്സിലാക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നവ്യ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഏതായാലും കനക ഇതൊക്കെ സന്തോഷത്തോടെ കൂടി ഗോവിന്ദനോട് വന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ജ്യൂസ് എടുത്ത് കനക ഗോവിന്ദനെ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന് കൊടുക്കുന്നുണ്ട്. മരുമോനുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ആക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഗോവിന്ദന് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വളരെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നയനയാണ്. അത് കണ്ടിട്ട് വിഷമത്തോടെ ദേവയാനി വിളിക്കുന്നുണ്ട് മോളെ എന്ന്. മോളിങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നാൽ കൂടുതൽ സങ്കടപ്പെടുകയേ ഉള്ളൂ. അപ്പോൾ നയന പറയുന്നുണ്ട് ഇത് വിഷമമല്ല അമ്മേ, ഒരുതരം വീർപ്പ് മുട്ടലാണ്. ഒരു മുറിയിൽ ഭാര്യയും ഭർത്താവും സംസാരിക്കാതെ ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാര്യങ്ങൾ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണമ്മേ. അത് കേട്ട് ദേവയാനി ഭയങ്കര വിഷമിക്കുന്നുണ്ട്. മോൾ അമ്മയെ കൂടി വിഷമിപ്പിക്കലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ നയന പറയുന്നുണ്ട് ആദർശേട്ടൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയുകയല്ലമ്മേ വേണ്ടത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോള് പറയുന്നത് ശരിയാ മോളെ, ഇവിടെ ഇപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ സമയം നയന പറയുന്നുണ്ട് അത് മനസ്സിലാക്കി ഞാൻ ഇവിടുന്ന് പോകുന്നതല്ലേ അമ്മേ നല്ലത്. അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണ് നീ പോകുന്നത്. നയന പറയുന്നുണ്ട് എനിക്കറിയില്ലമ്മേ, ആഹാരത്തിന് മുമ്പിൽ ഇരുന്നാൽ ടെൻഷൻ കൊണ്ട് എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഒരു താല്പര്യവുമില്ല. ഉറങ്ങാൻ ശ്രമിച്ചാൽ ഉറക്കവും വരുന്നില്ല. ഇനി ഞങ്ങൾ രണ്ടാളും കൂടി അമ്മ പറഞ്ഞിട്ട് ഡോക്ടറിനെ കാണാൻ പോയിരുന്നല്ലോ. ഒരുപാട് ടെസ്റ്റുകൾ അന്ന് നടത്തിയിരുന്നു. ഇനി റിസൾട്ട് എങ്ങനെ എതിരായോ എന്നറിയില്ല. ഇനി എനിക്ക് കുട്ടികളുണ്ടാകില്ല എന്നെങ്ങാനും ഡോക്ടർ പറഞ്ഞു അമ്മേ. അത് കേട്ട് ദേവേനെ ചോദിക്കുന്നുണ്ട് മോൾക്ക് ഇതുവരെ ആദർശിനെ മനസ്സിലായില്ലേ മോളെ. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞെന്ന് കരുതി മോളെ തള്ളിക്കളയാൻ മാത്രം പക്വതയില്ലാത്തവനാണോ എൻ്റെ ആദർശ്. പിന്നെ എന്തുകൊണ്ടാണ് ആദർശേട്ടൻ എന്നെ വെറുക്കുന്നത്. ഇതിൻ്റെ ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ ആദർശേട്ടൻ എനിക്ക് തന്നേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നുണ്ട് ദേവയാനി. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ അനിയെ പറ്റി തന്നെ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ അനിയുടെ മെസ്സേജ് വരുന്നുണ്ട്. എന്താ നന്ദു നീ ഇങ്ങനെ, ഞാൻ ഫോൺ വിളിച്ചിട്ടൊന്നും നീ ഫോൺ എടുക്കുന്നില്ലല്ലോ, ഒരു മെസ്സേജിനെങ്കിലും റിപ്ലൈ തന്നൂടെ, നിനക്ക് ഒരു മെസ്സേജെങ്കിലും നിനക്ക് ഇട്ടാലെന്താ. അതൊക്കെ വായിച്ചപ്പോൾ നന്ദുവിന് മറുപടി അയക്കണമെന്നുണ്ട്. പക്ഷേ നയനേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ അവൾ മനസ്സോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അനി മെസ്സേജ് അയച്ചത് നന്ദു കണ്ടു എന്ന് അനി മനസ്സിലാക്കുന്നുണ്ട്. മെസ്സേജ് കണ്ടിട്ട് കൂടി അവൾ ഒരു റിപ്ലൈയും തരുന്നില്ലല്ലോ എന്ന് അനി വേദനയോടെ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും അനി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ എന്താടാ ബാത്റൂമിൽ തൂത്ത് വാരുകയാണോ. അപ്പോൾ ഉള്ളിൽ നിന്ന് അഭി പറയുന്നുണ്ട് നീ അനങ്ങാതെ അവിടെ ഇരിക്കടി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്നുണ്ട് അഭി. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട് ബാത്റൂമിൽ നല്ല വഴുക്കലുണ്ട് മോളെ, നീ എങ്ങാനും സ്ലിപ്പായാൽ നമ്മൾ രണ്ടുപേരും കരയേണ്ടി വരും. അതുകൊണ്ട് നീ ബാത്റൂമിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ബാത്റൂമൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട്. പിന്നെ രാത്രി ഒരുപാട് നേരമായി, ഞാനെന്നെ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അബി പോകണ്ട എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല മോളെ എന്ന് പറഞ്ഞിട്ട് നവ്യയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ട് ബാത്റൂമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ അമ്മയോട് പറയണേ അച്ഛാ, ഇവളെ നടത്തിപ്പിക്കുകയൊക്കെ ചെയ്യണേ. ഞാനിപ്പോൾ ബാത്റൂമൊക്കെ കഴുകിയിട്ടുണ്ട്, നല്ല വഴുക്കലുണ്ടായിരുന്നു ബാത്റൂമിൽ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് മോൻ എന്തിനാ കഴുകിയ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനെന്താ കഴുകിയാൽ എന്ന് പറയുന്നുണ്ട് അബി.
ഏതായാലും അഭിയുടെ സ്നേഹത്തോടെയുള്ള ഇടപഴകലൊക്കെ കണ്ടിട്ട് ഗോവിന്ദന് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. മരുമോന് നല്ല മാറ്റമുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ദേവയാനി നേരത്തെ എഴുന്നേറ്റത് കണ്ട് ജയൻ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ അമ്പലത്തിൽ പോകുകയാണോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇല്ല, അമ്പലത്തിലേക്കൊന്നും പോകുന്നില്ല, കുളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മരുമകളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കാറില്ല? അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എന്തിനാ അവൾ അടുക്കളയിൽ എന്നെ സഹായിക്കാൻ ജാനകിയും ജലജയും ഉണ്ടല്ലോ. പിന്നെ ജയൻ, നീ ഉറക്കത്തിലൊക്കെ എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നത് കേട്ടല്ലോ, എൻ്റെ മരുമോളെ കരയിപ്പിക്കരുത്, എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ. അപ്പോൾ ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ജയൻ. അത് ഞാൻ അവളെ പറ്റി ആയിരിക്കില്ല, അനാമികയെ പറ്റി ആയിരിക്കും പറഞ്ഞത്. അത് കേട്ട് ജയന് ഉള്ളിൽ ചിരി വരുന്നുണ്ട്. പിന്നെ ദേവയാനി മുറ്റത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഏതായാലും നയനെ അവിടെയൊന്നും കാണുന്നില്ല. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവൾ ഈ സമയത്ത് കോലം വരയുന്നതാണല്ലോ, എന്ത് പറ്റി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. നീ എന്താ നോക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അല്ല, പതിവായിട്ട് ഒരുത്തി ഇവിടെ കോലം വരയുന്നതാണല്ലോ, ഇന്ന് വരഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് അവൾ തന്നെ ചെയ്യണമെന്നുണ്ടോ, നിങ്ങൾക്കും ചെയ്യാമല്ലോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അവൾ നല്ല ഡിസൈനർ അല്ലേ, അവളെപ്പോലെ കോലം വരാൻ ഇവിടെ ആർക്കും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുറച്ച് കോലം കെട്ടാലും സാരമില്ല, നിങ്ങൾക്കും വരാം. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിൻ്റെ മോനും മരുമോളും തമ്മിൽ നല്ല അകൽച്ച ഉണ്ട്, അതേപറ്റി നീ എന്തെങ്കിലും നിൻ്റെ മോനോട് ചോദിച്ചോ? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അല്ല, അതേപ്പറ്റി ഞാനെന്തിനാ ചോദിക്കുന്നത്? അവർ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് അച്ഛനും അമ്മയും അല്ലേ, നിങ്ങൾക്കല്ലേ അവൾ പ്രിയപ്പെട്ടവൾ, അല്ലാതെ എനിക്കൊന്നുമല്ലല്ലോ എന്നും പറഞ്ഞ് ദേവയാനി അകത്തേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശി ഇങ്ങനെ ദേവയാനി നോക്കി ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.